ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. എൻ്റെ ദൈവമേ, എനിക്ക് നീ മാത്രം മതി. ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് നീ മാത്രം മതി. പക്ഷെ അവിടെ തന്നെ ദൈവം എന്നെ ഒത്തിരി 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 കാര്യങ്ങൾ പഠിപ്പിച്ചു. വചനത്തിലൂടെ വായിച്ച് പോകുമ്പോൾ വചനം എഴുതണമെന്നുള്ള ആഗ്രഹം എനിക്ക് വന്നു. എങ്ങനെ എഴുതും എനിക്കറിയത്തില്ല. ആ സമയത്ത് എനിക്കൊരു ടച്ച് ബോർഡ് കിട്ടി. അതിനകത്തൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അത് ഞാൻ പിള്ളേരെ കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. അതിനകത്ത് മലയാളത്തിൽ എഴുതുന്ന സംഭവങ്ങളെല്ലാം ആക്കിയെടുത്തു. ആരുടെയെങ്കിലും മുറ്റത്ത് പൂ വിരിഞ്ഞ് നിൽക്കുമ്പോൾ പൂ ഞാൻ ശേഖരിക്കാൻ തുടങ്ങി. അതിനകത്ത് ഞാൻ വചനം എഴുതാൻ തുടങ്ങി. ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. എവിടെയൊക്കെ ഇതെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പിള്ളേരെ ഓപ്പൺ ചെയ്തു. ഒന്നും അറിയത്തില്ലായിരുന്നു. എല്ലാം ഞാൻ ചെയ്തു. ആ ഫേസ്ബുക്കിനകത്ത് സ്റ്റോറിയിൽ ഇടാൻ തുടങ്ങി. അത് അനേകർ കാണാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെക്കാൾ വിദൂരങ്ങളിലുള്ള മക്കൾ, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുറത്തേക്ക് പോയ മക്കൾ ഇത് കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ ആരുടെ മനസ്സിലാ ഒരു വചനം പഠിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് 80 100 വൈകുന്നേരം ഒരു ദിവസം കൊണ്ടത് തീരും. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് 100 പേര് 80 പേര് ഡെയിലി കാണുമ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റായി. ഞാൻ എടുത്തു തുടങ്ങി. കൊണ്ട് വിളിച്ചെടുത്തു. മറ്റുള്ള പണികൾ ഞാൻ വേറെ എഴുതാൻ പറ്റും. അങ്ങനെ ആയിട്ട് എനിക്ക് അത് വേറെ വേറെ വളർത്തുകൊണ്ട് ഇടണം. അപ്പം ഞാൻ എവിടെയെല്ലാം ഇടാവോ, കൂട്ടുകാർക്ക് അയച്ചെടുക്കാവോ, അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം നേരത്തെ തിരിച്ചിടാൻ തുടങ്ങി. അവരെല്ലാം എന്നോട് ചോദിച്ചിട്ട് എങ്ങനെ എഴുതി എനിക്ക് എഴുതുന്നു. ഇപ്പം എൻ്റെ വാട്സപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ നാട്ടുകാർ ഇടുന്ന വചനങ്ങളാണ്, വചനങ്ങളുടെ പെരുമഴ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഒരു തുടക്കം വിടാൻ എനിക്ക് സാധിച്ചത്. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ വചനം കടല് കടന്നു പോകാനും വിദൂരങ്ങളിൽ നിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ വിളിക്കണം. അതെങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. വചനം കൊടുക്കാൻ പറ്റും. ആയിക്കോട്ടെ, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ, നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുക. നമുക്ക് പറയാൻ അവസരമില്ലായിരിക്കും. നമ്മൾ എഴുതി പോസ്റ്റ് ചെയ്തു അനേകം. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്താ ഞാൻ അവിടെ ഇവിടെ പോയി കൂടുതൽ ചെയ്തിട്ട് എന്തുകൊണ്ട് എനിക്ക് ചെല്ലു നടത്തുന്നില്ല. കിട്ടുന്ന അവസരം ഞാനൊക്കെ ഒരു മുറ്റം മാത്രം പൂങ്കാവാൻ. എനിക്ക് നേരം കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തേക്ക് ഇറങ്ങുന്ന എനിക്ക് ആനന്ദമായി. ഞാൻ വചനം പറഞ്ഞു ഓരോ വചനം പറഞ്ഞു ചെറുത്താമിനെല്ലാം തല്ലിക്കുഴിച്ച് പോകാൻ തുടങ്ങി. അത് മഹാച്ചു പൂക്കളാണ്. പൂക്കൾ കൊണ്ട് നടന്നു. എനിക്കത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആനന്ദമാണ്. കാരണം മത്തായി സുവിശേഷം സോളമൻ ഈ പൂക്കളിൽ ഒന്നിനെ പോലെ അനുഗ്രഹനായിരുന്നു. ഇല്ലേ? സാക്ഷി കൊടുക്കണം. നമ്മുടെ ദൈവത്തിന് സാക്ഷി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പൂക്കളിൽ നോക്കിയിട്ട് ഇന്ന് വാടിപ്പോയി, ഇന്നുണ്ടാവും. അത് നാളെ ചിലപ്പോൾ കാണുകയാണ്. എങ്കിൽ പോലും ഈ പൂക്കളെ പോലും ദൈവം ഇത്രയും മനോഹരമായി സൃഷ്ടിച്ചെങ്കിൽ നമ്മളെ എത്രത്തോളം ഭംഗിയിൽ സൃഷ്ടിക്കും. നമ്മളത് തിരിച്ചറിയില്ല. നമുക്ക് ആ ബോധ്യം വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ തലവേണ്ടി ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ ഒരുക്കിയെടുത്തതാണ്. ഈ വചനങ്ങളിലൂടെ മുഴുവൻ കടന്നു പോകുമ്പോൾ എനിക്കൊരു സത്യം ബോധ്യപ്പെടുകയില്ലേ, ഈ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നേടിയാലും ദൈവത്തെ നേടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെതായി മാറാതെ ദൈവമായിരിക്കും വ്യക്തിയായി നമ്മൾ മാറണം. എന്നെ ആദരിക്കുന്നതിനെ ഞാനും ആദരിക്കും. 1 സാമുവേൽ 2:30 വചനം. അപ്പം ദൈവത്തിന് നമ്മൾ ആദരം കൊടുക്കണം. അവിടുത്തെ മഹത്വം കൊടുക്കണം. അവിടത്തേക്ക് നന്ദി പറയണം. കൃതജ്ഞതയായിരിക്കില്ല നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. ഫിലിപ്പിയർക്ക് എന്ന ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ സദാ സന്തോഷിക്കും. ഫിലിപ്പി 4:4 മുതൽ 7 വരെ തിരുവചനങ്ങളാണ്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെ അപേക്ഷയിലൂടെ കൃതജ്ഞതാ സ്തോത്രങ്ങളെ നിങ്ങളുടെ യാതൊരു ദൈവസന്നിധിയിൽ അർപ്പിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലേക്കിരിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. നമ്മൾ ആ ഒരു നിലപാടിലേക്ക് വരണം. നമ്മുടെ സന്തോഷമില്ലാത്ത അവസ്ഥ എവിടെ നോക്കിയാലും നമുക്ക് സന്തോഷവും സമാധാനവും ഇല്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സമാധാനം കൊണ്ട്, ക്രിസ്തുവാകുന്ന സമാധാനത്തിൻ്റെ ലഹരി കൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ കൽവെള്ളി കാലിയാക്കി വെച്ച് അതിനകത്തേക്ക് നമ്മുടെ ഈ ക്രിസ്തുവിൻ്റെ ലഹരി നിറയ്ക്കാൻ നമുക്ക് തയ്യാറാവും. എത്രത്തോളം എൻ്റെ യേശുവിന് നീ മതിയെനിക്ക്, നിന്റെ സമാധാനം മതിയെനിക്ക്, നിന്റെ സന്തോഷം മതിയെനിക്ക് നമ്മൾ എപ്പോഴൊക്കെ പറയാൻ പറ്റുമോ നമ്മുടെ ഹൃദയത്തിലൊരു ആനന്ദം പറയും. ഇതിന് പരീക്ഷിച്ച് നോക്കിക്കും. പത്രോസ്ലീഹ ലേഖനത്തിൽ പറയുന്നുണ്ട് 5-ാം 15 വചനം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിലനിർത്തുന്നുണ്ടോ എന്ന് പരീക്ഷിക്കും. നിങ്ങളെ തന്നെ പരിശോധിക്കും. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കും. നമ്മൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നതല്ല, നമ്മൾ ജയിക്കേണ്ടതാണ്. സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം. അങ്ങനെ നമ്മൾ ആത്മധൈര്യം നേടണം. എപ്പോഴൊക്കെ ലേഖനം പറയുന്നത് 10:35 വചനം പറയുന്നത്, നിങ്ങൾ
വലിയ പ്രതിഫലം ലഭിക്കാതിരിക്കുന്നു. ഈ പ്രതിഫലത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. മോശ അവൻ കുഞ്ഞായിരുന്നപ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇടപെട്ട വഴി എന്നായിരുന്നു? അവനെ ഒരു പട്ടയ്ക്കകത്തിരുത്തി നദിക്കരയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടുന്ന് പറവോടെ മകളെടുത്ത് വളർത്തി. എന്നാൽ പറവോടെ മകളൊന്ന് തിരിച്ചറിയാൻ മോശ ഇഷ്ടപ്പെട്ടില്ല. അതിനും ഇഷ്ടം ദൈവജനത്തിന്റെ കഷ്ടപ്പാടിന് പങ്കുചേർന്ന് ജീവിക്കാൻ ദൈവം മോശ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മോശയ്ക്ക് തിരിച്ചറിവ് കിട്ടി, എൻ്റെ ദൈവം തരുന്ന പ്രതിഫലം, ആ പ്രതിഫലത്തിലേക്ക് അവൻ കണ്ണു നോക്കി. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്താഗതികൾ മാറേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ എന്ത് ലോകത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക? എനിക്ക് തരുന്ന എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, എൻ്റെ മക്കളെ, എൻ്റെ കാര്യങ്ങൾ മാത്രം. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഞാൻ എന്ന് ചിന്തിക്കാൻ തീരുമാനിച്ചോ അവിടെ മുതൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. അന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് വീട് പണത്തോടെ കിടക്കണം. ഒത്തിരി സങ്കടമായിരുന്നു നനയാത്ത വീട്ടിൽ കിടക്കും. കാരണം മഴക്കാലം വന്നു കഴിഞ്ഞാൽ എല്ലാ മഴക്കാലത്തും എല്ലാ ദിവസങ്ങളും ഞങ്ങൾ വീട്ടിൽ പ്രാർത്ഥനയും എന്നാ പ്രാർത്ഥിക്കുന്നത്, അടുത്ത വർഷം ഞങ്ങൾക്ക് പുതിയ വീട് പറച്ചിലല്ലാതെ പ്രവൃത്തി പറയില്ല. അന്നത്തെ എൻ്റെ ആഗ്രഹം അതായിരുന്നു, നനയാത്ത വീട്ടിൽ കിടക്കും. ഭർത്താവിനോട് ഒരിക്കൽ ഞാൻ പറഞ്ഞു, അന്ന് എന്നോട് പറഞ്ഞെന്നറിയുമോ, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. 10 വർഷങ്ങൾക്ക് ശേഷം നിനക്ക് അവിടെ കർത്താവ് ഒരു ഭവനം ഒരുക്കി തരും. നീ ആഗ്രഹിച്ചാലും ഭംഗിയിൽ ആ വീട് അവിടെ പണിയും. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ കളിയാക്കിക്കൊണ്ട് ചിരിച്ചിരിച്ചു. കാരണം എനിക്കവിടെ വെള്ളമില്ല, വെളിച്ചമില്ല. ആ സാഹചര്യത്തിൽ അവിടെ ഒന്ന് നടക്കുകയില്ല, വഴിയില്ല. ഒരു വണ്ടി കയറി തന്നെ എനിക്ക് വഴിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ പറ്റ അന്ന് പ്രധാനമന്ത്രി അടയാളം പറഞ്ഞു. കർത്താവ് അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ഇത് സ്ഥിരീകരിക്കും. പ്രധാന പറഞ്ഞതെന്നറിയോ, അന്ന് ആ വീട് അവിടെയാകുമ്പോൾ അവിടെ ഒരു ഒറ്റ പൈപ്പിൽ നമുക്ക് വെള്ളമുണ്ടാകും. ഞാൻ അന്ന് കരുതോറും എല്ലാ വീട്ടിലും ഞാൻ അന്വേഷിച്ചു, എനിക്ക് ഇച്ചിരി വെള്ളം അടിച്ചു തരുമോ, ഞാൻ പൈപ്പ് വാങ്ങാം, നിങ്ങളുടെ കിണറ്റിൽ മോട്ടർ വാങ്ങി എനിക്ക് അടിച്ചു തരാൻ പറ്റുമോ, ഞാൻ നിങ്ങളുടെ കറണ്ട് ബില്ല് മുഴുവൻ അടച്ചോളാം. കാരണം ഞാൻ കുരുപണി എടുക്കുന്ന എനിക്ക് മാസത്തിൽ 2 മാസം കൊടുക്കുമ്പോൾ അവരുടെ കറണ്ട് കഴിയാൻ എനിക്ക് കിട്ടും. ഞാൻ അവരോട് എല്ലാ വീടുകളിൽ ചെന്ന് ചോദിച്ച കാര്യം ആരും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ അതങ്ങനെ നിഷേധിക്കപ്പെടും. തിരിച്ചറിഞ്ഞ അറിയപ്പെട്ടവരെ അന്ന് എനിക്ക് ദുഃഖമായിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവത്തിൽ തിരിച്ചു പറ്റിയിട്ടില്ല. 10 വർഷങ്ങൾക്ക് ശേഷം അവിടെ വീട് പണിയെന്ന് പറഞ്ഞത് ഞാൻ സ്വപ്നം കണ്ടില്ല അവിടെ വീട് വരുന്നു. പക്ഷേ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിച്ചു. തറകെട്ട് നടന്നു, വഴിയില്ല. അടുത്ത വീട്ടിലെ ചേട്ടനോട് ഞാൻ ചെന്ന് ചോദിച്ചു, ചേട്ടാ എന്നാ ചെയ്യും? അന്ന് ഞാൻ ചോദിക്കാത്ത ഒരു വീടൊക്കെ മാറണം. കാരണം അവർ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടീച്ചറുവാണ്. അവർ ഇടം ഇറങ്ങിപ്പോകും, സന്ധ്യയാണ് ജോലി. അവർ വേണ്ടി ഞാൻ ഒരു കണക്ഷനില്ല. പക്ഷേ എനിക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ ഒരു വീട് പാസ്സായപ്പോൾ ഞാൻ ചെന്ന് അവരോട് ആദ്യം ചോദിച്ചു, എന്നാ ചെയ്യേണ്ട ശ്രമിച്ചേട്ടാ, ഞങ്ങൾക്കൊരു വീട് വെക്കണമെന്നുണ്ട്, പഞ്ചായത്തിൽ പാസ്സായിട്ടുണ്ട്, എന്നാ ചെയ്യണം? അവർ പറഞ്ഞു, കിട്ടുന്നത് കളയണ്ട, കിട്ടുന്നത് മേടിച്ചോ, 4 ലക്ഷം എനിക്കുള്ളൂ. പക്ഷെ ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെടാൻ തീരുമാനിച്ചു. അവരെന്നോട് പറഞ്ഞു, ബാക്കി ഞാൻ ലോണ് ശരിയാക്കി തരാം, ഒരു 15 കൊടുക്കും, ഒരു വീട് നന്നായിട്ട് പണിയും. എൻ്റെ പറമ്പിനകത്ത് റബ്ബറിനകത്ത് ലോറി കെട്ടിക്കോ, കല്ല് പണി കൊണ്ടുവന്നു. പക്ഷേ റബ്ബറിന് പോകേണ്ടത് മണ്ണിറങ്ങി പോകുന്നത്. കുറേ കല്ലിട്ടു, കുറേ കല്ലിട്ടു. എനിക്ക് വേണ്ടി ദൈവം അവിടെ പ്രവർത്തിച്ചു. ദൈവത്തിൽ പരിപൂർണ്ണമായിട്ട് എനിക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനെ മരിച്ചു പോയിട്ടുള്ളൂ. എനിക്ക് 5 ആങ്ങളമാരുണ്ട്, എൻ്റെ അമ്മയുണ്ട്, സഹോദരൻ എല്ലാവരും എനിക്കുള്ളതാണ്. കുടുംബക്കാർ വലിയ വലിയ ആൾക്കാരുണ്ട്. ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. അപ്പം മരിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കുന്നു? ഒരു മനുഷ്യനെ കൈ നീട്ടാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാതെ മരണം വരെ എൻ്റെ അവസാന ശ്വാസം എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അത്രത്തോളം ഞാൻ ഉറച്ചു പറഞ്ഞു. കാരണം ആരും എന്നെ അന്വേഷിച്ചില്ല. പക്ഷെ എൻ്റെ വീടുപണി കഴിയുമ്പോൾ ഓരോരുത്തരും ഞാൻ വിളിച്ചു. അവരെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടു. എൻ്റെ ദൈവം ചെയ്തു തന്നാണ്. പാർട്ടിക്കാരുടെ ഉണ്ടാകും. പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് രാവും പകലും എന്തിനാണ് വിളിക്കാൻ പോകുമായിരുന്നു. അവിടെ ഒന്നും ഒരു പാർട്ടിക്കാരും വിടില്ല. 4 വർഷം ശുശ്രൂഷ ചെയ്ത് അവർ ജോലി ചെയ്തു കൊടുക്കുക ഗവൺമെൻറ്റുകാർ. അവരെനിക്ക് വേണ്ടി ഒരു 100 രൂപ വേണമെന്ന് ചോദിച്ചിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാണ്. അവരെനിക്ക് സഹായിച്ചാൽ എനിക്ക് പറയാൻ പറ്റും എൻ്റെ ദൈവം ചെയ്തതെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ നാമം മറക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ അനുഭവങ്ങളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചു. അവിടെയായിരുന്നു എനിക്ക് രക്ഷ. ഇന്നും ചോദിക്കുന്നത് ഗവൺമെൻറ്റുകാരാണോ നമുക്ക് വീട് പണിതാന്ന്? ഞാൻ പറയാം അല്ല, എൻ്റെ ദൈവം ചെയ്തു എന്നാണ്. അഭിമാനത്തോടെ പറയാം, എൻ്റെ ദൈവമായിട്ട് ആ നാട്ടിൽ എന്നെ അഭിമാനത്തോടെ നിർത്തി. റോഡിലിറങ്ങുമ്പോൾ എനിക്ക് തെറിപ്പദമായിരുന്നു. ഞാൻ തെറിപ്പദം. കാരണം ടൗണിൻ്റെ ഒപ്പം ആകെ ഞാൻ പള്ളിയിൽ പള്ളിയിൽ പോകുന്നു. ഞാൻ ഒരിടത്തും ഒരു പരിപാടി വെച്ചാൽ ഞാൻ പോവുകയില്ല. ഞാൻ വർഷങ്ങളായിട്ടിപ്പോൾ
കല്യാണ പരിപാടികൾ, ആഘോഷങ്ങളെല്ലാം ഞാൻ നിർത്തി വെച്ചിരുന്നതാണ്. പക്ഷേ ഈ വർഷം മുതൽ ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാൻ പോകും പങ്കെടുക്കും തീരുമാനമുണ്ട്. കാരണം അത്രത്തോളം ഞാൻ എല്ലാ പരിപാടിയും വിട്ടുപേക്ഷിച്ചു, എല്ലാം ഞാൻ ഒഴിവാക്കും. ടൗണിൽ കൂടെ പോകുമ്പോൾ തെറി പറഞ്ഞു എന്നെ എത്രത്തോളം അധിക്ഷേപിക്കണമോ അത്രത്തോളം ഞാൻ പറഞ്ഞു. ഒരാൾക്ക് ഞാൻ മറുപടി കൊടുത്തില്ല, മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം എൻ്റെ ഹൃദയം എൻ്റെ കർത്താവ് കാണുന്നുണ്ട്, എൻ്റെ ദൈവത്തിന് എനിക്ക് മറുപടി കൊടുത്തതുള്ളൂ. പക്ഷേ സത്യം പറയട്ടെ, എന്നെ തെറി പറഞ്ഞു പോയി. ആ പറഞ്ഞ തെറി കേട്ടു നിന്നത് ഒന്നും നീതിയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നീതിയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കാരണം എൻ്റെ ദൈവം എന്നെ എന്ത് ജീവനോട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം. ഒറ്റ ലക്ഷ്യം എനിക്കുള്ളൂ. അതിനനുസരിച്ച് ഞാൻ എത്രത്തോളം ഒറ്റയ്ക്ക് ഇരുന്നെങ്കിൽ ദൈവത്തെ വാങ്ങുന്നു, ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് വാങ്ങാം, ഒറ്റയ്ക്ക് ഇരുന്ന് അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ ഇപ്പം കർത്താവ് കൊണ്ടുപോയിട്ടിരിക്കുക. അവിടെ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം തന്നിരിക്കുക. അപ്പം അതിൽ നിന്ന് വിട്ടുമാറാൻ ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഓരോ ദിവസവും കൂടി വരിക. പക്ഷെ ആ അവസ്ഥയിൽ എനിക്കറിയാം, ഞാൻ എന്നിൽ അവിടെ എനിക്ക് കുറച്ചുകൂടെ വിശദീകരണം വരണം, എനിക്ക് കുറച്ചുകൂടെ മനപരിവർത്തനം വരണം, ഞാൻ ഒന്നുകൂടി ഒന്ന് ക്രമപ്പെടാനുണ്ട്. അതിനുവേണ്ടി എൻ്റെ ദൈവം എന്നെ അതിലേക്ക് കിട്ടുന്നതാണ്. യേശു പറയാൻ തല നടത്തി കൊടുക്കുക, ഇതേ എനിക്ക് വഴിയുണ്ട്. കാരണം എളിമയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കും, വിനയമുള്ളവർ അത്രത്തോളം എളിമയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ കൃപ എനിക്ക് വേണം. അതുകൊണ്ട് എത്രത്തോളം താഴാമോ, എത്രത്തോളം വിനിയാമോ, ആർക്ക് വേണ്ടി എത്രത്തോളം അപമാനം ഏറ്റാമോ ഞാൻ അതിന് തയ്യാറാണ്. കാരണം ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നൊരു അർത്ഥമില്ല. ഒരിക്കലും ഞാൻ പറഞ്ഞു ബ്രദറെ എനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല, അത്രത്തോളം പ്രതിസന്ധി മുന്നിൽ. ബ്രദർ എന്നോട് പറഞ്ഞു നീ തൂങ്ങിച്ചാകാൻ പറഞ്ഞു ചാകുകയില്ല, ആകത്തമാകുമോ, നീ വണ്ടിക്ക് ഇറങ്ങാൻ പോയാൽ അവിടെ ഞാൻ മരിക്കുകയില്ല. ഞാൻ പോയതാണ് വണ്ടിക്ക് ഇറങ്ങാൻ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ പോയത്. പക്ഷെ അത് ഞാൻ LIC എടുത്തിട്ടാണ് പോയത്. LICക്കാരെ യാദൃശ്യം എൻ്റെ വീട്ടിൽ കയറി വന്നതാണ്. അവിടെ എന്നോട് പറഞ്ഞു ഒരു പോളിസി എടുത്ത്. ഞാൻ ചുമ്മാ ചോദിച്ചു, റോഡിനുമായും മരണപ്പെട്ട എൻ്റെ ഉള്ളിൽ കിടക്കുന്ന റോഡിൽ പോയി കലവറ എൻ്റെ വലിയ വഴിയുണ്ട്. ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. അപ്പം അവരെന്നോട് ബുദ്ധി പറഞ്ഞിരുന്നു, റോഡിൽ ആക്സിഡൻ്റ് കഴിഞ്ഞാൽ ക്ഷണത്തിൽ അതിൻ്റെ പ്ലെയിന് പാസ്സായി വരുന്നു. എൻ്റെ ഒറ്റ ലക്ഷ്യമുണ്ടാകുന്നു, എൻ്റെ കുടുംബത്തിൽ ഞാൻ കാരണം ഇവർക്ക് തകർച്ച വരുന്നത്, അവരുടെ കുടുംബം രക്ഷപ്പെടാൻ എന്നെ പറ്റുന്നതാണ്. ഞാൻ ഏറ്റവും ചെറിയ പോളിസി എടുത്തോട്ടെ, 2 വർഷം കൂടെ ഇനി അതായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഡ്രൈവറിൻ്റെ തെറി കണ്ടിട്ട് ഞാൻ അന്ന് കൊടുത്ത തെറി അത് കണ്ടിട്ട് എനിക്ക് വെളിവ് വെച്ചു. നാളെ പക്ഷെ ഞാൻ തെറി വെച്ചു. അത്രത്തോളം പ്രതിസന്ധി എൻ്റെ മുമ്പിൽ അവതരിച്ചു. അവിടെ ഞാൻ വിളിച്ചത് എങ്ങനെയാണ് ഇന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇന്നെൻ്റെ നാട്ടിലുള്ള സർവ്വ ഡ്രൈവർമാരും സ്വർണ്ണ വിളിച്ചു എന്നെ കണ്ടിരിക്കും, നീ എന്നാ ഇങ്ങോട്ട് വന്നേ, നീ എന്നാ ഇങ്ങോട്ട് വന്നേ. ഞാൻ കാസർഗോഡ് താമസമുണ്ടെന്നും അവിടെ എനിക്ക് വീടുണ്ടെന്നും ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുന്നുണ്ടെന്നും ഞാൻ വീട്ടിൽ വരുന്നു. കാരണം ഇവരെന്നെ ഞാനെന്ന വചനം പറഞ്ഞവരെ ഒരു ദിവസം ഡ്രൈവറോട് ചോദിച്ചു, നിന്റെ കോട്ടയം വെച്ച് അതിനകത്ത് ഇടരുത്, മറ്റുള്ളവർ കണ്ടാൽ മോശമാണ്. ഞാൻ ഒരു മോശമില്ല, എൻ്റെ ദൈവത്തിന് ഇഷ്ടമാകാൻ എന്താ നടക്കട്ടെ. എന്നാലും ചേട്ടൻ കണ്ടല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ആ ചേട്ടൻ അതിനൊരു ലൈക്കും കൂടെ തരാൻ പറ്റും, എനിക്ക് സന്തോഷവും. കാരണം നമ്മൾ പറഞ്ഞത് ആരുടെ തലയിലാണ് നമ്മുടെ ഭർത്താവിൻ്റെ വചനം ഒന്നും പാസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു മാനസാന്തരം വരാൻ ഒരു വചനം കണ്ടു കൊടുക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇട കൊടുക്കും. ധ്യാനങ്ങൾക്ക് കോഴിക്കോടാണ് ധ്യാനമുള്ളത്. ഞാൻ എല്ലാ വീട്ടിലും ചെന്ന് പറയാറുണ്ട്, താല്പര്യമുള്ള കാര്യമേ അവരെ നിരന്തരം പ്രേരിപ്പിക്കും. മരണം കേട്ടോ, മരണം കേട്ടോ പറയുക എന്നുള്ള രക്ഷ പ്രാപിക്കാൻ പറ്റാത്ത വിധം, അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വചനത്തിൽ എഴുതിച്ചിട്ടുണ്ട്. അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത വിധം അവരുടെ കണ്ണുകൾ അന്ധമായി മൂടപ്പെട്ടിരിക്കുന്നു വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് തുറക്കണമെങ്കിൽ അവർക്ക് ഗ്രാഹ്യം കഴിഞ്ഞാൽ അവർ ഒരു തവണയെങ്കിലും വരണ്ടേ, വചനത്തോട് ഇഷ്ടം വരണമെങ്കിൽ അവരെ കുട്ടികൾ വരണ്ടേ. നമുക്ക് തെറ്റ് പറ്റാൻ പാടില്ല, നമുക്ക് തെറ്റ് പറ്റാതെ നമ്മൾ അവരെ കൊണ്ടുവരണം. ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ മാന്യത നേടാൻ പറ്റാതെ ദൈവത്തിൻ്റെ മുമ്പിൽ മാന്യമാകണം. മാന്യപാത്രമായിട്ട് നമ്മളെ ദൈവം എടുത്തുയർത്തും. അതായത് കൽപ്പനി മാനമായ പാത്രമാക്കിയത് ഉയർത്തപ്പെടുന്നതിന് വീഞ്ഞ് ആയിപ്പെടാം, പച്ചവെള്ളം കോരി വെച്ചത് വീഞ്ഞായി മാറിപ്പെടാം. മാനപാത്രമായി നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളൊരു മാനപാത്രമായി മാറണം. അനേകർക്ക് സാക്ഷി കൊടുക്കുന്നതാണ്. അവർ നോക്കുമ്പോൾ നമ്മുടെ ഫലങ്ങളുണ്ടാകും. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്താഗതികൾ നല്ലതാണെങ്കിൽ നമ്മുടെ പ്രവൃത്തി നല്ലതായി വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നമ്മളിലൊരു മാറ്റം കരുതിക്കൊണ്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതായി മാറും. വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ സന്തോഷിക്കാൻ പറയുന്നത്, കൊളോസ്യരുടെ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ സമാധാനം അറിയണം. കുറുന്തോസുകാരുടെ ലേഖനത്തിൽ പറയുന്നത് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നതിന് രക്ഷ പ്രാപിക്കും. കുറുന്തോസുകാർ 2 ലേഖനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ സ്നേഹമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്
നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാം. അങ്ങനെ ഓരോന്നോരോ നമ്മൾ ലേഖനങ്ങളിലൂടെ നമ്മൾ വായിക്കണം. പ്രിയപ്പെട്ടവരെ, ബോധ്യങ്ങൾ കിട്ടുന്ന ലേഖനങ്ങൾ വായിക്കുന്നത്. മടി തോന്നരുത്, മടിക്കരുത്. കർത്താവിന്റെ കാര്യം പറയുമ്പോൾ മടി തോന്നാതെ നമ്മൾ അലസരും മടിയും പോയി തീരാതെ നന്മ പ്രവർത്തിച്ചും നമ്മൾ സൃഷ്ടാവായിരുന്നത് നമ്മളെ തന്നെ വരുവേൽപ്പിക്കണം. നമ്മുടെ സൽപ്രവർത്തികളുണ്ട് മറ്റുള്ളവർ എന്ത് സ്തുതിക്കണം. മത്തായി സുവിശേഷം 5:16 പറയുന്നത്, അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ. എൻ്റെ നാട്ടിൽ കൂടെ ഇറങ്ങിയില്ലെങ്കിൽ ഇന്ന് എനിക്ക് അഭിമാനം അറിയപ്പെട്ടവരെ. ഉള്ളിനുള്ളിൽ വേദന തന്ന വ്യക്തികളെ മുഴുവൻ ഞാൻ കർത്താവിന് വരവേൽപ്പിച്ചു. കാരണം അവരിലൂടെ ആ ദൈവം എന്നെ സ്വന്തമാക്കിയിരുന്നു. അവരെനിക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചിട്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിലിറങ്ങുമ്പോൾ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആ ബസ് സ്റ്റോപ്പിൽ ഇന്നും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പ്രവൃത്തി ഇന്നും ഞാൻ ചെയ്യും. ആ ബസ് സ്റ്റോപ്പ് എന്നും അടിച്ചു വാരി ഇരുന്ന് എൻ്റെ ഡ്യൂട്ടിയാണ്. ഞാൻ അതിലെ കടന്നു പോകുന്നുണ്ടോ അവർ ജോലി കൊണ്ടുവച്ചിട്ടുണ്ട് അടിച്ചു വാരും. കാരണം വീട്ടിലെ പ്രതിസന്ധി കൂടിയ കാലഘട്ടത്തിൽ ഭർത്താവ് വീട്ടിൽ വരാതെ ആ ബസ് സ്റ്റോപ്പിൽ അന്തി വന്നു. പകുതി ദിവസത്തെ വീട്ടിൽ വരികയില്ല. എന്നോട് പറഞ്ഞ ഭാഗം, നിന്റെ ഒടുക്കത്തെ പ്രവർത്തനം എന്നും തുടങ്ങി അന്ന് മുതലേ എനിക്ക് ഈ വീട്ടിൽ വരാൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, ഞാൻ പ്രവർത്തനം നിർത്തിവെച്ചു. കാരണം ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ വേദനിക്കില്ല. ആ മനുഷ്യൻ്റെ നന്മയെ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ വീട്ടിൽ വരാൻ എൻ്റെ ആഗ്രഹം. കാരണം മറ്റുള്ള മനുഷ്യരെ കാണും ചിത്രീകരിക്കാൻ പോയി എഴുതാൻ നേരത്തെ കഴിയും. എങ്കിൽ പോലും വീട്ടിൽ എഴുതുന്ന കാണും എൻ്റെ കുഞ്ഞി മക്കൾ. 6 മുമ്പ് ഞാൻ ആ മനുഷ്യനെ കുറവാക്കിയിട്ടില്ല. ഒരിക്കൽ ഞാൻ പള്ളിയിൽ പോയിട്ട് പുറത്തിരുന്നു. ധ്യാനം കഴിക്കാൻ നോക്കുന്നത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തീരുമാനിച്ചു. പള്ളിയിൽ പോകുന്നത് സമയം ഞാൻ 6:30 കുർബാനയ്ക്ക് 5:30 വീട്ടിൽ നിന്ന് 1 മണിക്കൂർ നടക്കും. 2-3 കൂട്ടുകാരെയും കൂട്ടി തിരിച്ച് ഞാൻ പോകും. വൈദ്യം കളിച്ച് ഞാൻ ബസ് സ്റ്റോപ്പിൽ കിടന്ന് ഞാൻ കാണാൻ കഴിച്ചു. അപ്പം അവിടെ കിടന്നു ചെരുപ്പ് നല്ലതിനെ കുറിച്ച് കിടക്കും. എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദന. ആരും അറിഞ്ഞില്ല. എന്നെ കണ്ടപ്പോൾ എഴുതി വിട്ടിരുന്നു. അങ്ങനെ ആരും കാണാതെ ഞാനത് ആ ഭാഗം ക്ലിയർ ചെയ്തു. പക്ഷേങ്കിൽ ഞാനൊരു തീരുമാനമെടുത്തു. എല്ലാ ദിവസവും ആ ബസ് സ്റ്റോപ്പ് അടിച്ചു കഴിഞ്ഞത്. ഇന്നും ഞാൻ ആ പ്രവൃത്തി ചെയ്യും. കാരണം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് എന്നെ ചീത്ത പറഞ്ഞവർ, തെറി പറഞ്ഞവർ, ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ ഭാഗമുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ വരുമ്പോൾ എനിക്ക് നേരെ കാർപ്പിച്ച് കുട്ടിട്ട് പറയാൻ കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞ വ്യക്തികളുണ്ട്. അന്ന് ഞാൻ അടിച്ചിടുമ്പോൾ മദ്യപാനത്തിൻ്റെ ആൾക്കാരാണ് നമ്മുടെ ചുറ്റുവട്ടം കൂടിയിരിക്കുന്നത്. അവർ കുപ്പി കൊണ്ടുവരും, ഗ്ലാസ് കൊണ്ടുവരും, അവിടെ തിന്നാൻ പറ്റുന്ന സാധനങ്ങളും അലങ്കാക്കിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു പ്രാർത്ഥന തുടങ്ങി, എൻ്റെ ഭർത്താവെ ഇതിനെ മുഴുവൻ എൻ്റെ പരിശുദ്ധാത്മാവാണ് നിറയ്ക്കണം. ഇതുമാത്രം ഞാൻ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന എൻ്റെ ഉള്ളിൽ താമസം. ഒരു മനുഷ്യനോട് ഞാൻ ഒരു കുറ്റം പറഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ മനസ്സിലായി കുപ്പി ഗ്ലാസ് മാറിപ്പോയി. ആൾക്കാർ ഇരുന്നതിൻ്റെ ലക്ഷണം പോയി. പിന്നീട് എനിക്ക് മനസ്സിലായി അവരെല്ലാം ആ പ്രദേശത്ത് നിന്ന് വിട്ടുപോയി. എന്നെ തന്നെ പറഞ്ഞു അവർ വ്യക്തി മരിച്ചുപോയി. സ്നേഹമായിട്ട് സന്തോഷമായിട്ട് വീട്ടിൽ വന്ന് ചുറ്റി പറഞ്ഞ് അത്രയും ഹാപ്പിയായിട്ട് ആ സമയങ്ങളിൽ കടന്നുപോയത്. പക്ഷേ ആ മക്കൾ എല്ലാവരും പട്ടം പൊടിയുന്ന ചെറുപ്പക്കാർ പിള്ളേരെല്ലാം 4 വഴിയായി. ഇന്നത്തെ ബസ് സ്റ്റോപ്പിൽ ആരുമില്ല. പക്ഷെ അവരൊക്കെ രക്ഷിക്കപ്പെട്ടു. അവരെല്ലാം 4 വശയിൽ പോയത് അവരുടെ ഉപജീവനമാണ് പോയി. അവിടെ ഇരുന്ന് കള്ളു കുടിക്കാൻ മാത്രം അവരെ അധപതിക്കാത്ത രീതിയിൽ ദൈവം അവരെ ക്രമീകരിച്ചു. അപ്പം നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ഉയർത്തി? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കള്ളുകുടിയൊക്കെ ഉണ്ടോ? നമ്മുടെ ഒഴിവാക്കണം. നമ്മുടെ മദ്യപാനങ്ങൾ നമ്മളൊന്നും നേടുകയല്ല. പറയപ്പെട്ടവരെ, ഞാൻ ആരെയും കണ്ടാലും പറയുന്നു, എൻ്റെ ഏട്ടാ കള്ളു കുടിച്ച് വെറുതെ പൈസ കളയും. ഒരു ധ്യാനം കൂടാക്കാം. അവരെ ആർക്കെങ്കിലും പൈസ കൊടുക്കും. അവരെ ആർക്കെങ്കിലും ധ്യാനിക്കാൻ കഴിയും. കാരണം അവരെ രക്ഷപ്പെടട്ടെ. കള്ളുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്. കാരണം ഞാൻ ആ തിക്തനുഭവങ്ങൾ കടന്നുപോയത് എൻ്റെ ഹൃദയം ഇരുന്നതുകൊണ്ട് എനിക്ക് ആ വേദന മനസ്സിലായതുകൊണ്ട് ഒരു മനുഷ്യൻ എന്നെ നോക്കി എനിക്കറിയാം അവരുടെ പ്രത്യേകത എന്താണ്. സങ്കടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ ഞാൻ അവിടെ ചെന്നാൽ കയ്യിൽ കൂട്ടി പിടിക്കുകയുള്ളൂ, ഒന്നും പറയണം. പക്ഷെ അവരെന്നെ കാണാൻ പിന്നെ വരും. അങ്ങനെ ഒരു വീട്ടിൽ ഒരിക്കൽ ഞാനൊരു വീട്ടിൽ കയറി ചെല്ലുക. അവരെന്നെ കണ്ട വടം കെട്ടിപ്പിടിച്ച് പറയുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ പറയുന്നത്? എന്നാ കാര്യമൊന്നും? അവർ പറയും, ഞാൻ ഇന്നലെ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നീ ഒന്ന് വരണം, നിന്നെ ഒന്ന് കാണണം, നിന്നോടൊന്ന് സംസാരിക്കണം. തക്ക സമയത്ത് അവിടെ കർത്താവ് എത്തിക്കും പറയപ്പെടാതെ. കാരണം നമ്മുടെ ഹൃദയം കുറഞ്ഞാലേ നമുക്ക് മറ്റുള്ളവരുടെ പ്രത്യേകതകൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മളാരും നമ്മുടെ ജീവിതത്തെ ഒരു കുറവായി കണ്ടുകൊണ്ട് പോകരുത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു നല്ല മേഖലയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് മുതലാണ് മാറ്റിയേക്കണം. അനേകർക്ക് നമ്മൾ നിലപ്പെടണം. വേദനിക്കുന്ന മനുഷ്യരുടെ മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലണം. ഒറ്റയ്ക്ക് താമസിക്കുന്ന അപ്പാപ്പനും അമ്മാമ്മയൊക്കെ താമസിക്കുമ്പോൾ എല്ലാ മക്കളും ഒന്ന് പുറത്തേക്ക് പോയി. ഈ കാരണവന്മാരെല്ലാം ഒറ്റയ്ക്ക് അവരെല്ലാം വീട്ടിൽ കയറി ചെല്ലണം. നമ്മുടെ ദൗത്യമായി മാറണം. മറ്റുള്ളവർക്ക് ഒരു സമാധാനം പറയാൻ, ഒരു സന്തോഷം പറഞ്ഞു കൊടുക്കാൻ, സാരമില്ലെന്നേ പോട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം.
ഞാൻ ധ്യാനത്തിന് കുട്ടികൾ വരാൻ കാരണം അമ്മച്ചിയെ കൂട്ടാൻ പോയി. അമ്മച്ചിക്ക് ഭയങ്കര അവരെ എന്നും പറയണേ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം, ഞാൻ കൂട്ടിക്കൊണ്ട് പോകാം. അവർ ബാബു ഒരുക്കി കട്ടിലേൽ വെച്ചിരിക്കുക. ഇളയ മകനെ കൊണ്ടുപോകും. ചേച്ചി അമ്മേനെ കൊണ്ടുപോകുന്ന കൊള്ളാം, ചാച്ചനോട് വന്ന് വിവരം പറഞ്ഞിട്ട് ചാച്ചൻ അനുഭവിച്ചാൽ പറയാൻ പറ്റും. ഞാൻ വേഗം ചെന്നു, കാരണം എൻ്റെ കൂടെ നാളെ പോകാനിരിക്കുക. അപ്പൻ എന്നെ കയറാണ്ട് ചാച്ചൻ, നീ ആരാടി ദൈവമോ? അവിടെ നന്നാക്കാൻ എനിക്കറിയാം, നീ നന്നാക്കണം. എൻ്റെ ഉള്ളിൽ കഴിച്ചു പോകുന്ന ഭയം. ഞാൻ പറഞ്ഞാൽ വരണ്ട, അമ്മ പറഞ്ഞ് പറയുക എന്നെ കൂടെ വിടന്നേ, അവരുടെ കൂടെ എന്നെ വിടലേ കിട്ടില്ല. നീ ആരെയാ നാട്ടുകാരെ നീ കൊണ്ടേ നന്നാക്കി മതി, അവളെ രക്ഷിക്കാൻ ജീവിക്കാറില്ല. എനിക്ക് സങ്കടമായി. 14 വരാൻ ആഗ്രഹിച്ചതല്ലേ, അതിന് വിടാവായിരുന്നു. ധ്യാനം അന്നത്തേക്കാൾ ധ്യാനം 4 ദിവസം, ഞായറാഴ്ച പോയിട്ട് വെള്ളിയാഴ്ച വരുന്നു. ഞാൻ പള്ളി കഴിഞ്ഞ് രാവിലെ വരുമ്പോൾ ഈ ചോട്ടം ഇങ്ങനെ സിംഹരാജനെ ഉപയോഗിക്കും. എന്നെ കാണാൻ എനിക്ക് പേടിയാണ്, കാരണം അപ്പത്തോടെ എന്നെ ചീത്ത പറഞ്ഞു. എന്നെ ഇങ്ങനെ വൈകാടിച്ചു ഇവിടെ ഞാൻ കടന്നു പോകുന്നപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, കർത്താവെ വെറുതെ ഒരുപാട് പറയുന്നത് എന്നോടാണ്. ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞത് ഞാനത് ചോദിച്ചു. ഞാൻ നോക്കി ഈ മനുഷ്യരെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചു, എല്ലാവരും ചാച്ചാൻ മതി, നാട്ടുകാരെല്ലാം എന്നെ ചാച്ചാൻ മതി. ഞാൻ ചെന്ന ചാച്ചാൻ പറ്റി, നീ നിങ്ങൾ കയറി കാണും. എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ നോക്കുമ്പോൾ ആ അമ്മച്ചി ഇങ്ങനെ കൊടുത്തു, കൈ ഒടുങ്ങി കാലിൻ്റെ ഇവിടെ നട്ടു പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു. ഈ അപ്പം കണ്ണം കൂട്ടാൻ എന്നോട് പറയുക, നീ വിളിച്ചപ്പോൾ നിന്റെ കൂടെ ഞാൻ കിട്ടാൻ മതിയാ, നീ സമ്മതിക്കുകയല്ല. കിട്ടാൻ മതിയായിരുന്നു. ഞാൻ ഒന്ന് അപ്പനെ കൊണ്ടാണെന്ന് പറഞ്ഞു, ചാച്ച എൻ്റെ കൂടെ കിട്ടാൻ മതി, ഞാൻ ഒരുപാട് നോക്കിയിട്ട് ഒരു കുറവ് പറ്റാതെ ഇവിടെ തിരിച്ചെത്തിക്കാം. കാരണം ഞാൻ അവിടെ ദൂരമാണ് എങ്കിലും ഞങ്ങൾക്ക് ത്യാഗം സഹിച്ച് പോകാം. കൊണ്ടുപോകുന്ന വയസ്സായ അമ്മച്ചിമാരെ എന്നെ അങ്ങനെ പറഞ്ഞേ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ആ കിടക്കിൽ ഇത് എഴുന്നേറ്റില്ല. അപ്പോൾ ആ കിടക്കിൽ കിടന്ന് അമ്മ ആദ്യം വെച്ചു, അമ്മ വെച്ചിട്ട് 51-ാമത്തെ ദിവസം വിളിച്ചു. അവരുടെ സ്നേഹമായിരുന്നു. പക്ഷെ അതുകൊണ്ടായിരിക്കും അവർ കണ്ടുമുട്ടി. അത്രത്തോളം അതൊരു ഗൗരവവേദനയായി. കാരണം നമുക്കൊരു മനുഷ്യനെ വരാൻ ആഗ്രഹിച്ചു അവരെ ഒന്ന് എത്തിക്കാൻ നമുക്ക് പറ്റിയില്ല. എത്ര പേരുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടനെ ദൈവത്തെ അറിയാതെ കടന്നു പോകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് പറയുക. ഇത് രക്ഷപ്പെടേണ്ടത് അവരുടെ ആവശ്യമാണ്, പക്ഷെ പറയുക എന്നുള്ളത് നമ്മുടെ ദൗത്യം. അനേകരെ ദൈവത്തിലേക്ക് അടുക്കാൻ എൻ്റെ ഒറ്റ ആഗ്രഹം. ഒരു ഇടക്കാലത്തെ പ്രാർത്ഥന എന്നാണെന്ന് അറിയുമ്പോൾ നായ്ക്കുമ്പറമ്പിലച്ഛൻ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിക്കും. കർത്താവെ എന്നെ അങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ വിളിക്കണം. അനിക്കലച്ചൻ നിങ്ങൾ നിർത്താതെ പ്രസംഗിക്കുന്നു, എന്നെ ഇതുപോലെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നു. ടോമി ബ്രദർ ഇങ്ങനെ എല്ലാവരുടെയും ഹൃദയവിചാരങ്ങളാക്കി ഇങ്ങനെ പ്രവർത്തിക്കുന്നു. കർത്താവെ എന്നെ അതുപോലെ പഠിപ്പിക്കണം, എനിക്കും അതുപോലാണ് എല്ലാം എൻ്റെ പ്രാർത്ഥന. പക്ഷെ എൻ്റെ ദൈവം എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ആൾക്കാർ ഞാൻ എന്ന വചനം കാണുന്നുണ്ടെന്നുള്ളപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിറവായി. അനക്കലച്ചൻ്റെ പ്രസംഗം എവിടെ കണ്ടോ നമുക്ക് കൃത്യമായി പ്രസംഗിക്കും. എനിക്കും ആഗ്രഹമാണ്. കർത്താവിന് വേണ്ടി നിലം കൊള്ളുക, കർത്താവ് ഇടപെടും, അത്രയും എനിക്ക് പറയാനുള്ളൂ. കാരണം ദൈവസന്നിധിയിൽ ഒരു വ്യക്തി രക്ഷ നേടി ആ ആത്മാവിനെ നമ്മൾ സ്വന്തമാക്കി കർത്താവിന് കൊടുക്കണം. അത്രത്തോളം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ കൂട്ടണം. നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വേണ്ടുന്നല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞ് കിട്ടേണ്ട കാര്യങ്ങളാണ്. കാരണം ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കാനും അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. 1 Thessalonians 5:10. യാക്കോബ് 4:8 വചനം പറയുന്നത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവൻ നമ്മോട് ചേർന്ന് നിൽക്കുന്നു. അത് എങ്ങനെ നിൽക്കണമെന്ന് 1 Thessalonians 5:6-7 തിരുവചനം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവർ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉദ്ഘാടനങ്ങളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കും, അവർ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലും. കാരണം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ നാമത്തിൽ ഉതിരുന്ന വാക്കുകൾ, നമ്മുടെ അതരങ്ങളിൽ വീഴുന്ന എല്ലാം അത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കുന്നു. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും ഉയർന്നിരിക്കുന്നു. 1 Thessalonians 3:10 വചനമാണ്. ഈ വചനം മുഴുവൻ നമ്മുടെ ബുദ്ധിസ്ഥാപനം. ഈ വചനം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുന്നു. കുറ്റമടിക്കുമ്പോൾ, തുണി അടിക്കുമ്പോൾ, കറിക്കരിയുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ എല്ലാം ഒരു വചനം നമ്മൾ സ്വന്തമായിരിക്കണം. ഒരു ദിവസം ഒരു വചനം വെച്ച് നമ്മൾ പഠിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി നോക്കുന്നത്. എത്രത്തോളം പ്രതിസന്ധി വന്നാലും അതിൻ്റെ മീതെ ദൈവത്തിൻ്റെ കാര്യം ചേർത്ത് നോക്കി. എത്രയോ അനുഭവങ്ങളുടെ കർത്താവിനെ കൊണ്ടുവന്നു. ഒരുപാട് അനുഭവങ്ങളിലൂടെ അതൊന്നും പറഞ്ഞാൽ തീരെ എളുപ്പമായിക്കൊണ്ടേ. എനിക്ക് ആ വീട് കൊണ്ടുപോകാൻ പ്രശ്നങ്ങളോട് ഭംഗിയായിരുന്നു. എൻ്റെ ആഗ്രഹം തറ കെട്ടി കഴിഞ്ഞപ്പോൾ ആ തറയിൽ പോയി ഒരു കൊണ്ട ചെന്നു. അതിനുവേണ്ടി ഞാൻ വെള്ളപ്പെട്ട് പോകും. പക്ഷേ എനിക്ക് അവിടെ കേൾക്കാൻ പറ്റിയില്ല. ബ്രദർ അന്ന് പറഞ്ഞിരുന്നു 5 വർഷം ഒരു അനാഥ പണമായി കിടക്കുന്നു, അത് അതേപടി പറഞ്ഞു.
ആന ഒളിച്ചിരുന്ന കാണത്തില്ല, അത്രയും വലിയ വനമായിട്ട് നല്ല ഒന്നാന്തര പ്രവർത്തകർ അതെല്ലാം നശിപ്പിച്ച് അങ്ങനെ കാട് മൂടിക്കളഞ്ഞു. പക്ഷെ അവിടെ ഒരു വീട് വരുമെന്ന് എനിക്ക് സ്വപ്നമില്ലായിരുന്നു. വീട് വരെ ഞാൻ പ്രാർത്ഥിച്ചു. വീട്ടിൽ നിന്ന് ഞാൻ അതിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും, തറ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ആഗ്രഹം ആ തറയിൽ നിന്ന് വീടിന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ നടന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ നോട്ടി ഇറങ്ങണം, എനിക്കവിടെ കയറാൻ പറ്റുന്നില്ല. ഞാൻ അടുത്ത പറഞ്ഞ അതിലേക്ക് ഇങ്ങനെ വഴിയിൽ അറ്റത്ത് നിന്നിട്ട് ഞാൻ ഈ തറയെ നോക്കി സങ്കടപ്പെട്ടു. ഒരു പ്രാവശ്യം ഞാൻ പ്രബന്ധം വിളിച്ചു, ഇവിടെ എനിക്ക് തറ കയറാൻ പറ്റുന്നില്ല. എന്നോട് പറഞ്ഞു അവിടെ വെള്ളം അല്ലെങ്കിൽ ഒരു കത്ത് വെച്ചിട്ട് വെള്ളം എടുത്തു പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞ തറയുടെ ചുറ്റിനും കൊണ്ട് ഒഴിക്കാനുണ്ട്. അവർ പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ അനുഭവം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് നീങ്ങുന്നത്. 2 മാസം കൊണ്ട് എനിക്ക് ആ വീട് പണിത് തരാമെന്ന് കരാറുകാർ പറഞ്ഞിട്ട് 2 വർഷം കൊണ്ട് അത് പണി പൂർത്തീകരിച്ചു. അപ്പോൾ എനിക്ക് കിടക്കാൻ ഇടം ഉണ്ടായിരുന്നു. കസവോടിൻ്റെ വീട് നിൽക്കുന്നുണ്ടായിരുന്നു. അതും കർത്താവ് വന്ന് പറഞ്ഞു തന്നത്. അപ്പം ദൈവത്തിൻ്റെ നാമം അകത്തോളം അറിയപ്പെട്ടത് എത്രത്തോളമാണ് നമ്മൾ ദൈവത്തിന് മുൻതൂക്കം കൊണ്ട് ചിന്തിച്ചാൽ മതി. ആ വീടിൻ്റെ കട്ടളത്തോളം കഴിഞ്ഞ് ജന്തുത്വമായി. അപ്പോൾ കഴിഞ്ഞിട്ട് ആ പണി മുന്നോട്ട് നീങ്ങുന്നില്ല. ഒരു മനുഷ്യനെ വിളിച്ചാൽ വരികയില്ല. അവരെല്ലാം ഇട്ടേച്ച് പോവുക. ഇപ്പോൾ പ്രഭ എന്നോട് പറഞ്ഞു, ഒരു പണിക്കാരൻ നിനക്കൊരു നമ്പർ വരും. ആ പണിക്കാരൻ ബാക്കി പണിയെടുത്തു. ആ നമ്പറിൽ നിന്നിട്ട് 4 പേരുടെ നമ്പർ കിട്ടും. ആ നമ്പറുകാർ നിനക്ക് പണി പൂർത്തീകരിച്ചു. അത് പൂർത്തീകരിക്കുകയില്ല. അതിൻ്റെ ഒരു വശം വീട് പണിത് കഴിയുമ്പോൾ ആ വീടിൻ്റെ ഒരു മൂല കാണുന്നത് നീ പണിക്കാരനെ കയറി പറയും. അന്ന് എനിക്ക് അറിയത്തില്ല. വീട് പണിക്ക് ഇങ്ങനെ കാണിച്ചു പോകും. വീടിൻ്റെ ഒരു ഭാഗം ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ ചിമ്മിനി അവർ ഒറ്റത്തട്ടായിട്ട് പുക പൊങ്ങിയത്. അപ്പോൾ തീ കത്തിച്ചാൽ പുക അകത്തേക്ക് വരും. ഞാൻ തെറി പറഞ്ഞില്ല. കാരണം പഴയ എൻ്റെ സ്വഭാവമാണ് തെറിയെല്ലാം അടിയിൽ കൊടുക്കുകയാണ്. ഞാൻ ജീവിച്ചത് വളർന്നു ആ സാഹചര്യത്തിൽ. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, ആത്മാർത്ഥയുടെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവെ ആ മനുഷ്യനെ ഇനി ഒരിക്കലും ആർക്കും ഇങ്ങനെ വീട് കൊണ്ടുപോകും. കലാകാരാണ് ഇഷ്ടംപോലെ വീടുകൾ കെട്ടി കൊടുക്കുന്ന മനുഷ്യൻ എനിക്ക് വേണ്ടിയാണ് കേട്ടോ. പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു ഈ പ്രവർത്തനം ഇങ്ങനെ വീടുകൾ കർത്താവ് മുൻകൂട്ടി കൊണ്ടുപോകുന്നത് പറഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് പറഞ്ഞിട്ടുണ്ടോ അവർ മാറ്റം വരികയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനത്തിന് മാറ്റം സംഭവിക്കുക. അവിടുത്തെ വാഗ്ദാനമാണ്. ആ വീടൊന്ന് പണി പൂർത്തീകരിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇത് വേണം എനിക്ക് വിൽക്കണം. 2 വീട്ടിലും എനിക്ക് പണികൾ പറ്റുന്നില്ല. അവിടെയും കടപിടിക്കും ഇവിടെയും കടപിടിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥന ടീമിൽ കാര്യം പറഞ്ഞു, എനിക്ക് വീട് വിൽക്കണം, ഒരു വീട് വിൽക്കണം. ഒത്തിരി പറഞ്ഞാൽ അത് വീട് വിൽക്കുകയില്ല. അതിനകത്തൊരു കുടുംബം കൊണ്ട് താമസിക്കും. ഞാൻ വിശ്വസിച്ചില്ല. ഒരു കുടുംബം വാടകയ്ക്ക് കൊടുക്കണമെന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ പറഞ്ഞു ആ ഒരു കുടുംബം നമ്മൾ താമസിക്കും. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ഒരു കുഞ്ഞാവേരെയും കൊണ്ടുവന്നിട്ട് താമസിക്കുക. അവരെനിക്കൊരു സഹായമായിരുന്നു എന്ന് പറഞ്ഞു. അവരെനിക്കൊരു സഹായമാണ്. റബ്ബർ കൂട്ടി പാലെടുക്കുന്നതാണ്. ബാക്കി പണിക്കെല്ലാം അവൾ വീട്ടിൽ എൻ്റെ മകളുണ്ട്. അവിടെ ഒരു കുഞ്ഞുമാവേയുണ്ട്, 5 വയസ്സുണ്ട്. ഞാനും അവരോട് പാട്ടും വെച്ച് നൃത്തം ചോദിക്കുന്നു. ഞങ്ങളുടെ കോഴി നല്ല പാട്ടൊക്കെ കൊണ്ടിടും. നല്ല പാട്ട് കേൾക്കുമ്പോൾ ഇവിടെ കാണുകയില്ല. ഇവിടെ പോയി കഥ അടിക്കും. പിന്നെ അവളുടെ പാദസരം വിളിക്കുന്ന വെച്ച് ഞാൻ വിടും. അവൾ ആ റൂമിൽ പോയി നൃത്തം ചോദിക്കും. ഞാൻ പയ്യെ ചെല്ലും, ഞാനും കൂടെ പോയി. പിന്നെ ആ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കഥ അടച്ചിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് പാട്ട്, ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഡാൻസ്. കാരണം ദൈവത്തെ മഹത്വപ്പെടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായി തീരും. അതെങ്ങനെ വേണം? ആടി പാടണോ ഡാൻസ് കളിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലേ. നമ്മുടെ ദൈവം കണ്ടാൽ പോലെ അത് കുറച്ചിട്ട് നമ്മൾ ഡാൻസ് അത്രത്തോളം. പക്ഷെ ആ കുഞ്ഞുമാൾ വലിയ വീടുമെന്ന് തുറന്നു പറഞ്ഞു. കൊച്ചിനെ സൂക്ഷിക്കണം, കൊച്ചൊന്ന് വീടും. കൊച്ചു വീടും ബാത്റൂമിൽ തലയടിച്ചു കഴിഞ്ഞു. അതിനൊക്കെ കൊണ്ട് എടുത്തോണ്ട് ഓടി രാത്രിക്ക് ഒന്നും പറ്റിയില്ല. എൻ്റെ ഭർത്താവ് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു, എൻ്റെ കാലിൽ ഒരു കുറ്റി കൊണ്ട് സൂക്ഷിച്ച് നടക്കുന്നു. കാരണം ആ കാലിലെല്ലാം കുറ്റികളുണ്ട്, ഒരുപാടുണ്ട്. കാലിൽ കുറ്റി കൊണ്ട് ഒരാഴ്ച കാലിൽ കൊണ്ടിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവ് എൻ്റെ സ്റ്റെപ്പിലൊരു വലിയ പാമ്പിനെ കാണിക്കുന്നുണ്ട്, സൂക്ഷിക്കണം. നമ്മുടെ കണ്ണുകൊണ്ട് വന്ന് കൊണ്ടോ അവര് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിനക്കൊരു വീഴ്ചയുണ്ട്, നീ സൂക്ഷിച്ച് നടക്കണം. സൂക്ഷിച്ചൊക്കെ നടന്നത്. പക്ഷെ ടെറസ് അടിക്കാൻ വേണ്ടി ഞാൻ പോയില്ല. പാലക്കാടി ഒന്ന് താഴേക്ക് പോയി വീണത് എൻ്റെ ഓർമ്മയിലുള്ള. പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ പോയി. എൻ്റെ നെല്ലുപോലും മുട്ടിയില്ല. എൻ്റെ ദൈവം എന്നെ കാത്തു തരുവാണെങ്കിൽ ശ്വാസം കിട്ടാതിരുന്നു. ഇനി എന്തെങ്കിലും കുറവുണ്ടായിരുന്നു, കുറവ് സ്റ്റിച്ചിട്ട് കൊടുത്തു. ഇത് ശരിക്കും കുഴപ്പമൊന്നുമില്ല. എൻ്റെ നല്ല ദൈവം മാറ്റി. രാത്രി 1 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ കയറുന്നത് സർവ്വചക്കത്തിൽ വഴി കയറി കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ കൊച്ചിയോട് പറഞ്ഞു, കിടപ്പിയിൽ ഞാൻ എഴുന്നേക്കും പോകുന്നില്ല. കാരണം ആ കട്ടിലൊക്കെ കറങ്ങി വട്ടം കറങ്ങി 2 മിനിറ്റ് 3 മിനിറ്റ് വട്ടം കറങ്ങിയ നാളും താഴെ അത്രത്തോളം പ്രതിസന്ധിയും വേദന. എൻ്റെ വാരിയിൽ കുട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ആശുപത്രി പോകാൻ പറഞ്ഞു.
ഈ ചെരുപ്പൂട്ടിൽ അറിഞ്ഞ് മരിച്ചു പോയായിരുന്നു. അത്രത്തോളം പ്രതിസന്ധിയിലും എൻ്റെ ദൈവം എൻ്റെ അസ്ഥി പോലും പൊട്ടാതെ എൻ്റെ ദൈവം എന്നെ കാത്തു പരിപാലിച്ചെങ്കിൽ ഞാൻ അന്ന് ഫോണിൽ തോന്നിക്കൊണ്ടിരുന്ന പൊതുപ്രാശനം ടെറസടിക്കാൻ കയറിയ മനുഷ്യൻ അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴെ പോയി ആശുപത്രി എത്തും മുമ്പിൽ മരിച്ചു. ഞാൻ എൻ്റെ കൊച്ചിനെ കാണിച്ചു കൊടുത്തു, നമുക്ക് എൻ്റെ ദൈവം ഏറ്റവും പ്രവർത്തിച്ചു. അത്രത്തോളം ദൈവത്തിൻ്റെതായി മാറിയ മതി പ്രിയപ്പെട്ടവരെ. നമ്മുടെ ദൈവം ഉള്ളം കയ്യിൽ പരിപാലിക്കും. അതിനൊരു മാറ്റവും എത്രത്തോളം ഭീകരാവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയി. ആ അവസ്ഥകളെല്ലാം എനിക്ക് ദൈവം നന്മയാക്കി തന്നു. അനേകർക്ക് വേണ്ടി നിലപാടാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ ആഗ്രഹം അതേ മാത്രമേ ഉള്ളൂ. കർത്താവെ മരണം വരെ ഈശ്വരൻ്റെ കയ്യിലെ കളിമണ്ണ് അവന് ഇഷ്ടമുള്ള പോലെ അത് വെക്കുന്നത്. മണ്ണ് ചോദിക്കുന്നുണ്ടോ എന്നെ എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കി, വേറെ രൂപത്തിൽ ഉണ്ടാക്കിക്കൂടെ? പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് എന്നെ തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്ത് എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ മാത്രം തക്ക കൃപയാൽ എന്നെ നിറയ്ക്കും. ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇങ്ങനെയൊന്നും നിൽക്കുമോ, ഇങ്ങനെയൊന്നും വന്ന് നിൽക്കുമോ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് 1:15 ദൈവത്തിൻ്റെ കൃപയാൽ അത് സാധ്യമായിരുന്നു. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവത്തിൻ്റെതായി മാറുക, ദൈവം നമ്മെ വളർത്തും, ദൈവം നമ്മെ ഒരുക്കും, ദൈവത്തിൻ്റെതായി നമ്മളെ പൂർണ്ണമായിട്ട് മാറ്റും. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ വിട്ടുകൊടുക്കുക, നമ്മുടെ ഹൃദയം പരിപൂർണ്ണമായിട്ട് ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഏത് പ്രതിസന്ധി വന്നാലും കാരണം ആദ്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിൽ അവർക്ക് 3:17 നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നമ്മൾ ഹൃദയത്തിൽ ഉരുവിടുക. എൻ്റെ കർത്താവിൽ ഞാൻ സന്തോഷിക്കും എന്ന് പറയുക. അത്രയും മതി. നമ്മുടെ കർത്താവിൽ നമ്മൾ സന്തോഷിക്കുക. നമ്മൾ മരിക്കാനുള്ളത് ആണോ? ആയിക്കോട്ടെ, ഞാൻ തീരുമാനം എടുക്കും. വണ്ടി കയറി മരിക്കണമെന്നാണോ ദൈവഹിതം? ആയിക്കോട്ടെ. ഇനി വെള്ളത്തിൽ മുങ്ങി താഴണമെന്നാണോ? ആയിക്കോട്ടെ. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക. കർത്താവിൽ നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ ഉയർത്തും, നമ്മളെ മാനിക്കും. അപ്പോൾ കർത്താവിനെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, പരിപൂർണ്ണമായിട്ടും ദൈവത്തെ സ്നേഹിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ആശ്രയിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞ കർത്താവിനോട് നിലകൊള്ളാൻ നിങ്ങൾ തീരുമാനമല്ലേ? തീരുമാനമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കും. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. കൈ ഉയർത്തും, നന്നായിട്ട് ഉയർത്തും. പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവെ കരുണയാക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മക്കളെ എഴുന്നേറ്റ് നിന്നേ. കർത്താവെ മക്കളെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ നിന്നിലേക്ക് തരുന്ന കർത്താവെ, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കർത്താവെ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഈ മക്കളെല്ലാം ഒരുക്കണമേ, നിന്റേതാക്കി മാറ്റണമേ. അനേകം ഇവരിലൂടെ സാക്ഷ്യപ്പെടുത്താൻ കർത്താവെ, അനേക മക്കളിലേക്ക് ഇവിടെ ഇറങ്ങിച്ചെല്ലാൻ മാത്രം നിന്റെ കൃപയാലും കരുണയാലും ഇവരെ വളർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.